സിറിയൻ സംഘർഷം UN ഇടപെടൽ അനിവാര്യമെന്ന് UAEയും റഷ്യയും. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ചർച്ചയിലാണ് യുണൈറ്റഡ് നേഷന്റെ പ്രത്യേക ദൂതൻ ഗിർ പെഡേഴ്സന്റെ പങ്ക് സിറിയൻ വിഷയത്തിൽ സജീവമാകേണ്ടതിന്റെ ആവശ്യകത സ്ഥിരീകരിച്ചത്. റഷ്യയ്ക്ക് പുറമെ ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം സിറിയയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ടെലിഫോണിൽ ചർച്ച ചെയ്തു. ഈ മാസം 7-നാണ് അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സേന സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് മാർച്ച് ചെയ്ത് ഭരണം പിടിച്ചെടുത്തത്. 53 വർഷത്തിലേറെ തുടരുന്ന ബഷർ കുടുംബത്തിന്റെ ഭരണമാണ് ഇതോടെ ഇല്ലാതായത്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദ് ഇപ്പോൾ റഷ്യയിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ദുബായ് എക്സ്പോ സിറ്റിയിൽ ഫ്രീലാൻസ് പെർമിറ്റുകൾ നൽകി തുടങ്ങി. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫാഷൻ ഡിസൈനർ, കൊറിയോഗ്രാഫർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ 90-ൽ-അധികം പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്കാണ് ഫ്രീലാൻസ് പെർമിറ്റ് നൽകുന്നത്. ഫ്രീലാൻസ് പെർമിറ്റിൽ താൽപ്പര്യമുള്ള പ്രൊഫഷണലുകൾക്ക് എക്സ്പോ സിറ്റി ദുബൈയിലെ ക്ലയന്റ് റിലേഷൻസ് സെന്ററിൽ നേരിട്ടോ അല്ലെങ്കിൽ crc@expositydubai.ae എന്ന വെബ്സൈറ്റിലേക്ക് ഇമെയിൽ ചെയ്തോ അപേക്ഷിക്കാവുന്നതാണ്. 9,000 ദിർഹത്തിന് 1 വർഷത്തെയും 16,000 ദിർഹത്തിന് 2 വർഷത്തെയും ഫ്രീലാൻസ് പെർമിറ്റാണ് നൽകുന്നത്. ദുബൈയിലെ പ്രോപ്പർട്ടി ബ്രോക്കർമാർ ശ്രദ്ധിക്കുക. ഇനി മുതൽ പരസ്യങ്ങൾ നൽകുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വസ്തു വാങ്ങുന്നയാൾക്ക് പ്രസ്തുത വസ്തു ഔപചാരികമായി കൈമാറിയതിനു ശേഷം മാത്രമേ ഇനി ഇത് വിറ്റത് സംബന്ധിച്ച പരസ്യം നൽകാനാവൂ. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച പുതിയ നിബന്ധനകൾ അനുസരിച്ച് ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യപ്പെട്ടതിനു ശേഷം മാത്രമേ ജസ്റ്റ് സൈറ്റ് പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ നൽകാവൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദുബായിൽ ഇന്ന് രാത്രി വർണ്ണാഭമായ കാഴ്ചകൾ. ബ്ലൂ വാട്ടർ, ദി ബീച്ച്, JBR എന്നിവിടങ്ങളിലാണ് പരിപാടികൾ നടക്കുന്നത്. സ്കൈ ഡൈവർമാർ ഡ്രോണുകൾ, പടക്കങ്ങൾ, ഡാൻസിംഗ് എന്നിവയുടെ അതുല്യമായ കാഴ്ചയാണ് ഒരുങ്ങുന്നത്. പൈറോ ഡ്രോണുകളും സ്കൈ ഡൈവർമാരും വാനത്ത് വിസ്മയം തീർക്കും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ 30-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വർണ്ണാഭമായ കാഴ്ചകൾ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്ന ജനുവരി 11-ന് വിവിധ പരിപാടികൾ നടക്കുമെന്നാണ് സംഘാടകരായ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചത്. ഷാർജയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. ഷാർജ അൽസീഫ് മേഖലയിലാണ് 27-കാരനായ എമറാത്തി യുവാവ് കുത്തേറ്റ് മരിച്ചത്. കാലിൽ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയ ഇയാളെ ഷാർജ പോലീസും എമർജൻസി റെസ്പോൺസ് ടീമും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സഹോദരന്മാർ തമ്മിലുള്ള വഴക്കാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. കുവൈത്തിൽ കുടുംബ സന്ദർശക വിസയുടെ കാലാവധി വീണ്ടും 3 മാസമാക്കും. പുതുക്കിയ റെസിഡൻസി നിയമത്തിലാണ് കുടുംബ സന്ദർശക വിസകളുടെ കാലാവധി 3 മാസമായി ദീർഘിപ്പിച്ചത്. കുവൈത്തിൽ 1 വർഷത്തിലേറെയായി നിർത്തിവച്ചിരുന്ന കുടുംബ സന്ദർശക വിസ കഴിഞ്ഞ മാർച്ച് മാസമാണ് വീണ്ടും നൽകി തുടങ്ങിയത്. അതുവരെ 3 മാസ കാലാവധിക്ക് നൽകിയിരുന്ന വിസയുടെ കാലാവധി ഇതിൽ 1 മാസമായി കുറച്ചിരുന്നു. ഇതാണ് വീണ്ടും കൂട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. മലയാളി റൈറ്റേഴ്സ് ഫോറം ഈ വർഷത്തെ മികച്ച എഴുത്തുകാർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നിയാസ് TM കഥ, രാമചന്ദ്രൻ മൊറാഴ കവിത, റീന രാജൻ ലേഖനം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളാണ് നൽകിയത്. മുനീർ അൽവഫ, റഹീം കട്ടിപ്പാറ, അഷ്റഫ് കൊടുങ്ങല്ലൂർ, ജാസ്മിൻ അമ്പലത്തിനകത്ത് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈരളി മിഡിൽ ഈസ്റ്റ് ഹെഡ് ജമാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുന്നേർകുളം സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. CP അനിൽകുമാർ സൃഷ്ടികളെ വിലയിരുത്തി. മുഹമ്മദ് വെട്ടുകാട്, ബഷീർ മുളിവയൽ, അബ്ദുള്ളക്കുട്ടി ചേറ്റുവ, മുസ്തഫ പെരുമ്പറമ്പത്ത്, അബ്ദുൽ കലാം ആലങ്കോട്, ഷിജു S, വിസ്മയ, സഹർ അഹമ്മദ്, സിറാജുദ്ദീൻ, നൌഫൽ ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. അനസ് മാള സ്വാഗതവും ജെന്നി പോൾ നന്ദിയും പറഞ്ഞു. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഈ മാസം 21-ന് തുടങ്ങും. കുവൈത്തിൽ നടക്കുന്ന ഗൾഫ് കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. ബഹ്റൈൻ, ഇറാഖ്, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ 8 രാജ്യങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്.